എൻ്റെ പേര് മുജീബ്. എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ രാജാക്കാടാണ്. ഞാൻ എൻ്റെ ഉമ്മച്ചീനെയും കൊണ്ട് വാൽവ് മാറ്റൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. കോലഞ്ചേരി ആശുപത്രിയിലെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അവിടുന്ന് വാൽവ് മാറ്റി വെക്കണമെന്ന് അവർ പറഞ്ഞിരുന്നു. ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതിന് വേണ്ടി ആളുകളോട് സംസാരിച്ചപ്പോൾ അത് രാജഗിരിയാണ് നല്ലതെന്ന് എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപ്രകാരം രാജഗിരി ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റാകുകയും ഡോക്ടർ ശിവ് കെ നായർ സാറിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം വാൽവ് മാറ്റിവെക്കണം എന്നുള്ള നിഗമനത്തിലെത്തി കഴിഞ്ഞ തിങ്കളാഴ്ച വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. അതോടൊപ്പം തന്നെ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്കും മാറ്റി നല്ല രീതിയിൽ ശസ്ത്രക്രിയ നടത്തി ICUവിൽ ആയിരുന്നു. 4-5 ദിവസം ICUവിൽ കിടന്നു. അവിടെ കിടന്നിട്ട് അവിടുത്തെ നഴ്സുമാരെല്ലാം ട്രീറ്റ്മെൻറ്റും അവരുടെ പരിചരണമെല്ലാം വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. നല്ല രീതിയിലുള്ള പരിചരണമായിരുന്നു. അതിനുശേഷം റൂമിലേക്ക് മാറ്റി ഇവിടെ വന്ന റൂമിലും നല്ല രീതിയിലുള്ള ഇടപെടലും കാര്യങ്ങളും എപ്പോഴും സിസ്റ്റർമാരുടെ വരവും അവരുടെ പരിചരണമെല്ലാം എടുത്ത് പറയത്തക്ക രീതിയിലുള്ള നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി ആണെങ്കിലും എടുത്തു പറയേണ്ട കാര്യമാണ്. അവിടെയും നല്ല രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതോടൊപ്പം തന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടുത്തെ ക്ലീനിങ് ആണ്. ആശുപത്രിയുടെ ഫ്രണ്ട് തൊട്ട് എപ്പോഴും അതിൻ്റെ അകത്ത് എല്ലാം ഏതാണ്ട് 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ക്ലീനിങ്ങുകാർ എപ്പോഴും വന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം മറ്റു ആശുപത്രിയിൽ കാണാത്ത രീതിയിലുള്ളൊരു സംവിധാനമാണ് ഇവിടെ കണ്ടത്. അത്രമാത്രം ശുചിത്വം പാലിക്കുന്നതിന് വേണ്ടി ആശുപത്രി അത്രമാത്രം മുൻഗണന കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തി കുഴപ്പമൊന്നുമില്ല. 10 ദിവസത്തോളം കിടന്നു. ഇന്ന് ഡിസ്ചാർജാണ്. ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത ഡോക്ടർ ശിവ് കെ നായരും അതോടൊപ്പം തന്നെ ഡോക്ടർ റിന്നിറ്റ് അജ്മൽ എന്നിവരെ പ്രത്യേകം അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ റിലേഷൻസിലെ ഗിഫ്റ്റി മേഡം വന്ന സമയം തൊട്ട് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും മുൻഗണന കൊടുക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം എല്ലാ പരിപാടികളും വേണ്ട രീതിയിൽ ചെയ്തു തരാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ആളാണ്. ആ മേഡത്തെ പ്രത്യേകം ഈ സമയത്ത് ഓർക്കുന്നു. പിന്നെ മൊത്തത്തിൽ ആശുപത്രി അധികൃതരുടെ നന്ദി രേഖപ്പെടുത്താൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്.